കിച്ചു വിജയ് ഹായ് പറ. ഏറിയാട്ട് വിഘ്നേഷ് ഒരു ഓവറിൽ 3 ബോള്. ഫസ്റ്റ് ബോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 26. ഇന്ന് ഞങ്ങളുടെ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയാണ്, അത്തച്ചമയ ഘോഷയാത്ര. അപ്പം ഞാൻ അതെന്തായാലും വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. ഞാനിപ്പോൾ അതിനു വേണ്ടി ആ നാട്ടിലേക്ക് വന്നതാണ്. ഞാനൊരു മൺഡേ ട്യൂസ്ഡേ ലീവ് എടുത്തു. അപ്പോൾ എനിക്ക് 5 days അടുപ്പിച്ച് കിട്ടുമല്ലോ. അപ്പോൾ അത്തച്ചമയം ആക്ച്വലി ഓണത്തിന് 10 ദിവസം മുന്നേ, അത്തത്തിൻ്റെ അന്ന്, ഇന്നാണ് അത്തം, അത്തത്തിൻ്റെ അന്ന് ഇവിടെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്നൊരു പരിപാടിയാണ്. പ്രോപ്പർ ഐതിഹ്യം വൈസൊന്നും എനിക്ക് അത്ര നോളജ് ഇല്ല. നമ്മുടെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, ബോയ്സസ് ഗ്രൗണ്ട്. അവിടെ നിന്ന് അവർ രാവിലെ എന്തോ ഇങ്ങനെ കൊടിയൊക്കെ കുത്തി ഓണ ടൈം തുടങ്ങുമ്പോൾ, അത്തം തുടങ്ങുമ്പോൾ തൊട്ട് ഓണം തുടങ്ങി എന്നുള്ള രീതിയിൽ അത്തം ഗ്രൗണ്ടിൽ ഫ്ലാഗ് കുത്തി അവിടുന്ന് അത്തം ഘോഷയാത്ര പുറത്തേക്ക് വരും. പിന്നെ ഈ തൃപ്പൂണിത്തുറ ഫുള്ള് ഇതിങ്ങനെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താ പറഞ്ഞേ, ഇപ്പം 10:30 10:45 ആവറായി അതെത്തും നമ്മുടെ ഇവിടെയൊക്കെ എത്താൻ. അപ്പൊ ഇങ്ങനെ കറങ്ങി തിരിച്ച് ബോയ്സസ് ഗ്രൗണ്ടിൽ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ റൈഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒരു ഇങ്ങനെ ഒരു കാർണിവൽ പോലെ ഒരു പരിപാടി, ജയന്റ് വീല്, മറ്റേ ഡ്രാഗൺ ബോട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അതവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ എന്തായാലും നാളെ വൈകുന്നേരം പോവും, പിന്നെ ഞാൻ ഓണത്തിനേ വരുള്ളൂ. അപ്പൊ ഐ തോട്ട് ഇന്ന് ഞാൻ ഇത് രാവിലെ കാണാൻ പോയിട്ട് വൈകുന്നേരം അത്തം ഗ്രൗണ്ടിൽ പോവാം എന്നോർത്തൊക്കെ ഇരിക്കുവാണ്. അപ്പോ പിന്നെന്താ, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉണ്ടാവുക. എനിക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല, കാരണം നല്ല തിരക്കിരിക്കും, നല്ല വെയിലായിരിക്കും. ഞാൻ കോടയൊക്കെ ആയിട്ട് ഇറങ്ങിക്കട, പോരാത്തതിന് ഞാൻ ബ്ലാക്ക് ഒക്കെ ഇട്ടാ. അപ്പൊ നല്ല വെയിലും തിരക്കും ശബ്ദമൊക്കെ ആയിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് കൂടെ ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാക്സിമം ഫോണും ചാർജ് നിൽക്കണം, ഞാൻ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കും ഞാൻ. അതാ, പക്ഷെ എനിക്ക് എത്രത്തോളം സംസാരിക്കൽ പോസിബിൾ ആണെന്നൊന്നും എനിക്കറിയില്ല. നോക്കാം എന്തായാലും നമുക്ക്. ഞാൻ പറ്റുന്ന അത്രത്തോളം ഒക്കെ കവർ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം നമുക്ക് ഗ്രൗണ്ടിൽ പോകണം കൂടെ എടുക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുവാ. ഫ്രണ്ട്സ് എല്ലാവരും, എൻ്റെ ഫ്രണ്ടിന്റെ വീടിന്റെ അങ്ങോട്ട് പോയാൽ അവിടെ എല്ലാവരും വരും. പിന്നെ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് ആ വഴിയൊക്കെ ഇറങ്ങണേ. അപ്പൊ നമുക്ക് നേരെ ഇറങ്ങാം ഇവിടെ നിന്ന്. ലാസ്റ്റ് ടൈം ഒക്കെ അത്തച്ചമയം പോയത് എനിക്ക് നല്ല ഓർമ്മയാണ്. ഇപ്രാവശ്യം ഞാൻ ബുദ്ധിപൂർവ്വം കയ്യിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിക്കോ. ലാസ്റ്റ് ടൈം ഇങ്ങനെ നമുക്ക് ഡ്രസ്സ് വയ്ക്കുമ്പോൾ ഡ്രസ്സിൻ്റെ പാടിലൊക്കെ വെളുത്തിരിക്കണം, സ്കിൻ കളറിൽ. ബാക്കി എല്ലായിടത്തിനും ടാണടിച്ച് കറുത്തിരിക്കണം എനിക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം കൈകളൊക്കെ ഇറങ്ങി. പക്ഷെ എല്ലാം ബ്ലാക്കാണ്. ഷോളും എടുത്തത് ഞാൻ അതിനാ, തലവഴി മൂടാലോ എന്ന് ഓർത്ത്. ഇപ്പം തന്നെ കണ്ടോ ഭയങ്കര വെയില. ഞാൻ ഇവിടെ നടന്ന് എസ്എൻ ജംഗ്ഷൻ വരെ പോകണം, പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ അവിടെ നിന്ന് മുന്നോട്ട് പോകണം, നല്ല സ്ഥലത്തുള്ളൂ. ഈ റോഡ് മൊത്തം ഇതുപോലെ ആൾക്കാരാ. ഹായ് പറ. ഹായ് കിച്ചു വിജയ് ഹായ് പറ. 12 മണിയായപ്പോ അത്തച്ചമയം എത്തി. അങ്ങോട്ട് പോവില്ല, അങ്ങോട്ട് പോവില്ല. റൈറ്റേ പോവുള്ളൂ. പാട് പാട് പാടിയത് പുലികളി തോക്കൊക്കെ ആയിട്ട്. അതെ, ടാബ്ലോ വണ്ടി കയറി. ഞാൻ സംസാരിച്ചൊന്നും കേൾക്കില്ല, അതുകൊണ്ട് ഞാൻ സംസാരം നിർത്തിയിട്ടെല്ലാം കാണിച്ചു തരാം. ഞാനിച്ചിരി ടാസ്കില്. ഈ ക്യാമറയിൽ ഞാൻ വ്ലോഗ് എടുക്കുന്നു, ഈ ക്യാമറയിൽ ഞാൻ ഷോർട്സ് ഉണ്ടാക്കാൻ എടുക്കുന്നു.
നമ്മളിവിടെ എത്തിയപ്പോ പാട്ട് തീർന്നു. അതെ ഇവിടെ വായിക്കാണ്ട് പോണ്ട നമ്മളെ അടുത്ത് എത്തിയപ്പോ. ദിസ് ഈസ് ഹരിച്ചേട്ടൻ സച്ചൻ. എല്ലാ വർഷവും മുടങ്ങാണ്ടുണ്ട് അവിടെ ഒരു സാധനമാണ്. വെട്ടി പഞ്ചാബി അല്ല മുസ്ലിം എല്ലാ സ്കൂളിലും ഒരെണ്ണം വെച്ചിട്ടുണ്ട്. തിരുവാതിര ഗ്രൂപ്പൊക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവരവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കും. പക്ഷെ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഒന്നും അവിടെ നിർത്തണം. ഈ പോണ ആൾക്കാരൊക്കെ ആക്ച്വലി പെർഫോം ചെയ്യണവരാ. ഇതിപ്പോ ഏതാ കാണിക്കാം? പിള്ളേരൊക്കെ 2-3 കിലോമീറ്റർ ഇങ്ങനെ ഈ ടാബ്ലോ ഫുൾ നടക്കണം. പാവം കുഞ്ഞു പിള്ളേർ കുറേ ഉണ്ട്. സ്കൗട്ട് എൻ്റെ അയച്ചില്ല. പൊട്ടിക്കേട്ടാ എടാ അമ്മ നോക്കണില്ല. മറ്റേപ്പുള്ളി ഉണ്ടോ നിലത്ത് വീൽ ചെയറില്. ബാസില് വീൽ ചെയറില്.
നമ്മുടെ വീട്ടിലുള്ള ശരത്തേട്ടനാ. ശരത്തേട്ടന് ഈണൊക്കെ കൊച്ചുണ്ടായി. പാവം അച്ഛൻ ഡ്യൂട്ടീസിലോ ടാബ്ലോ സ്റ്റാർട്ട് ചെയ്ത് 2 പോയി സോറിയാൻ എടുത്തില്ല. ഗേടാ TCC കിട്ടാ പൂജ ക്രിക്കറ്റ് ടൂർണമെന്റോ? ഓ അത് നടന്നിട്ട് എത്ര വർഷമായോ? കല്യാൺ ആ TCC ആൾക്കാരാണ്. TCC ആൾക്കാർ ശരിയാണല്ലോ. അമ്പയർ ബാറ്റൊക്കെ പിടിച്ചേക്കണ്. ഇതേതായത്? ഇതേത് റൊണാൾഡോ? ടാബ്ലോന്റെ പക്കത്ത് റൊണാൾഡോ നിക്കണു. ആ സൂ അടിച്ച് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. ഇത് നമ്മള് പള്ളിപ്പറമ്പാവിന്റെ ടാബ്ലോ അല്ല. ഇവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ടാണ്. ചേട്ടൻ വിമലേട്ടൻ താഴെ എല്ലാരും പോവാ. ഇതെല്ലാം നമ്മുടെ പള്ളിപ്പറമ്പാവിലെ ചേട്ടന്മാരാ. ചേട്ടാ നോക്കണമില്ല. പാവം ഇത് പയ്യ വിറയ്ക്കുവാ. ഇത് നിന്നില്ലേ അടുത്തു. ഇനി ഗ്രൗണ്ടിൽ പോയിരുന്നു. ഇതേതാ ഇത്? സ്റ്റോപ്പ് ചൈൽഡ് അബ്യൂസോ? ഇപ്രാവശ്യം ഈ വർഷം അധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒന്നും ഇല്ല ഇവർക്ക്. അതുകൊണ്ട് എല്ലാം കുറച്ച് പൊതുവെയുള്ള ഈ ഡ്രഗ്, ചൈൽഡ് അബ്യൂസ്, വുമൺ എംപവർമെന്റ് അങ്ങനത്തെ ടോപ്പിക്കൊക്കെ എടുത്തേക്കണേ. എന്താ തീരാ ദുഃഖവും തീരാ ദുരന്തവും അങ്ങനെ എന്താ എഴുതിയിരുന്നേ? ആ തോരാ മഴയും തീരാ ദുഃഖവും. മുടിയൊക്കെ കഴിച്ചിട്ട് വന്ന് നിന്നാ ഞാൻ ഇങ്ങനെ എവിടെ കല്യാണം നടക്കണം. ഇവിടെ മരത്തിന്റെ താഴെ ആയതുകൊണ്ട് അധികം ചൂടില്ല. വിഘ്നേഷ് say hi to my video. Hi. ഹരിച്ചേട്ടൻ ഹായ്. കൈ മാറ്റ്. ആകാശ് say hi. അതെ താഴെ കല്യാൺ ഹായ് പറയൂ. പറ രഞ്ജു ഹായ് പറയടാ. ഹായ് പറയടാ രഞ്ജു. ഓ ജാടാ എന്റെ അജയ് പറയും. കാണിച്ചു തരാട്ടോ. അജയ് അല്ലാട്ടാ രാഹുൽ ഹായ് പറയൂ. വീഡിയോ ഭരത് ഹായ് പറയൂ. കുഞ്ഞി ഹായ് ഹായ്. ശ്രീ ഹായ്. പാവോല്ലേ ഇത്ര നേരം ഇത്ര കഷ്ടപ്പെട്ടിങ്ങനെ നിക്കണം. കഴിഞ്ഞു. ടാബ്ലൊക്കെ ഉണ്ടായിരുന്നു. രാജാവ് എന്നെ പണിയെടുക്കണം. രാജാവിനോട് എനിക്കൊരു ഹായ് വേണം. ഹായ് വിമലേട്ടാ. രാജാവ് ശരിക്കും ഇത് ഇങ്ങനെ ചായ തന്നെ കണ്ട് മനസ്സിലാവണ പോലെയല്ലേ ചേട്ടനാന്ന്.
നമ്മൾ അത്തച്ചമയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് പള്ളിപ്പറമ്പായി പോയി. അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെയുള്ള രഞ്ജു, രാഹുലിന്റെ അനിയൻ ചെറുതായിട്ടൊന്ന് തലയിറങ്ങി വീണു വെയിലൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അത്തച്ചമയത്ത് നേരെ ഞങ്ങൾ പള്ളിപ്പറമ്പാവിലേക്ക് പോയി. അവിടെ പോയി മറ്റേ നമ്മുടെ ടാബ്ലോപ്പത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ പോകാൻ പറ്റിയില്ല, രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട്. സാധാരണ ഇത് ചെന്ന് ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവിടെ ഇങ്ങനെ മേളം എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിയൊക്കെ ഉണ്ടായിരുന്നു. അത് പ്രാവശ്യം മിസ് ചെയ്തു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തളിപ്പറമ്പായി പോയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ കുറേ നേരം രാഹുലിൻ്റെ വീട്ടിൽ ചായയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. കുളിച്ച് ഫ്രഷായി. സമയം 7:30 ഞങ്ങൾ അത്തം ഗ്രൗണ്ടിലോട്ട് പോവാണ്. അവിടെ മറ്റേ റൈഡും പരിപാടികളും ഗെയിമും ബജിയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ അതും കൂടെ കാണിച്ചു തന്നിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ ഞാൻ വെയിറ്റ് ചെയ്യുക, വരത്ത് വരും പിക്ക് ചെയ്യാൻ. എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ട് റൈഡിലൊക്കെ കയറണത് കാണിച്ചു തരാം. ഫുള്ള് ഇതുപോലെ നേരത്തെ എല്ലാം നിലത്തായിരുന്നു. അപ്പോൾ എല്ലാം ഇതുപോലത്തെ കടകളിലൊക്കെ അത് കണ്ടോ. നേരത്തെ എല്ലാം ഇങ്ങനെ നിലത്തായിരുന്നില്ല, എല്ലാ പൂക്കളക്കാരും ഇരുന്നിരുന്നേ. ഇപ്പൊ നോക്ക്, ഹായ് എത്ര നാളെന്നറിയ സ്റ്റാച്ചു ഇങ്ങനെ വന്നിട്ട്. വി ആർ ഹെഡിങ് ടു ബോയ്സസ് ഗ്രൗണ്ട്. ആകാശ് ആൻഡ് കല്യാൺ. ഒടുക്കത്തെ ബ്ലോക്ക്. നമ്മളിവിടെ എത്തി. ഭയങ്കര സന്തോഷം. നമുക്ക് ഇതിൽ കയറാം. ഇത് അല്ലേ അയ്യേ, അല്ലാണ്ട് ഏതോ ഈ സാധനം വിചാരിച്ച. ഇങ്ങനെ കാണിക്കൂ. പറ ഇവരാരും എന്നെ ഒന്നിനും കേറ്റുന്നില്ല. എനിക്ക് കപ്പി കയറണം പ്ലീസ്. നോക്ക് കല്യാണം നമ്മൾ ജൈന്റിൽ കയറാൻ പോട്. പറ എന്നെ വേറെ ഒന്നിനും കേറ്റുന്നില്ല ഇവര്. എത്ര രൂപ ചോദിച്ചോക്കിനു? എൻ്റെ അടുത്ത് പൈസ ആയിട്ടുള്ള അടുത്ത് ജീപ്പില്ല. നമ്മള് കപ്പിലും കയറിയില്ല, നമ്മള് ബോട്ടിൽ കയറാൻ പോണു. എല്ലാത്തിനും 100 രൂപ. ഒരു റൈഡിൽ കയറിയിട്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ 600 രൂപ. എന്നാ ബോട്ടിൽ ആദ്യം കയറിയിട്ട് പിന്നെ മൂടുണ്ടെങ്കിൽ ജൈന്റിൽ കയറാന്ന് വിചാരിച്ചു. എല്ലാവർക്കും കപ്പ പറ്റാത്ത ഇത് കയറാം. ഇതേടെ സെറ്റൊക്കെ കൊടുത്തിട്ട് ചേച്ചി നോക്ക്. ഞാൻ കാണിച്ചു തരാട്ടോ. അതൊക്കെ കാണിച്ചു തരാട്ടാ. ഈ അറ്റത്ത് കേട്ടോ. എന്റെ ക്യാമറ കൂടെ നോക്കല്ലേ. ഇത് നോക്കി ചേച്ചി, ബ്ലാക്ക് സെറ്റ്. ചേച്ചിയൊക്കെ ഇടുന്ന് കാറുവാ. അതോ എനിക്കും കയറണം. അവനാണ് സ്വാഗ്. നമ്മൾ ബോട്ടിൽ കയറാൻ പോകുന്നു. എനിക്ക് ഒറ്റോട്ടാ. അപ്പുറത്തറ്റത്ത് ആളുണ്ട്. എനിക്കൊരു പേടിയില്ല. എടാ ഇവിടെ വാടാ. എടാ വാടാ ഗൗരി, വാ. എടാ ഗൗരി ഇവിടെ വാടാ. എനിക്കൊരു പേടിയില്ല. ഞാൻ അപ്പുറത്തായിട്ട് തിരുന്നോട്ടെ. ഇവിടുന്ന് പേടിച്ചെല്ലാരും എനിക്കൊരു ഇമേജ് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ. ബിഫോർ ദ ഡിസാസ്റ്റർ. നമ്മളിന്ന് വിട്ട സീനൊക്കെ ഞങ്ങളിവിടെ ഞാനും പിടിച്ചിട്ടിരിക്കണു. പിന്നെ
അഭിഷേകേ അപ്പൊ എമ്പിള്ളേര് നോക്കി ചിരിക്കണതാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിന്റെ എക്സ്പീരിയൻസ് പറയണ അത് കേട്ടിട്ട്. ഞാൻ നോക്കുമ്പോ ഇവനിരുന്ന ആ ചേട്ടന് നല്ല പുളിച്ച കയറി. ഇറങ്ങട്ടെ. ഗൗരി നീ പറയടാ എങ്ങനെ ഉണ്ടായിരുന്നടാ? രാഹുൽ ഹൗ വാസ് ഇറ്റ്? അടിപൊളി. ഭരത് അഭിഷേക് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഇതൊക്കെ നമ്മള് പണ്ട് വിട്ട സീനാ. കല്യാണം ആ കറക്കണാർന്ന് ഇതെന്ത് അതെ അതെ കോൾഡ് യൂണിറ്റി. ഭാവൻസി പഠിച്ചവരൊക്കെ എന്തേ? ഭാവൻസി പഠിച്ചവരൊക്കെ കാണുന്നവര് ശരിക്കും ആകാശം എന്ന സെലിബ്രിറ്റിയാണ്. എല്ലാ സ്മോൾ ഗ്യാങ്ങും ഉണ്ട്. പൂച്ച എന്തിയടാ? ആ അതെ അതിനെയാണ് പൂച്ച ഒരു ഹായ് പറഞ്ഞേ. എന്തിനാ നിനക്ക് നാണം? പള്ളിപ്പറമ്പിലെ ചോട്ടാ ഗ്യാങ് ഇത്. ഫാൻസിനെ കുറിച്ച് ആകാശം എനിക്ക് എന്താ പറയാനുള്ളത്? രണ്ട് ഫാൻസ് ഇത് പറ ചേട്ടനെ ഇടയ്ക്ക് പിരിച്ച മണ്ണാന്ന് പറ. ഇത് ഞാൻ ഇടയ്ക്ക് ഭരിച്ചോണ്ടിരിക്കുന്ന മരിച്ച മണ്ണ എന്നല്ല കഴിഞ്ഞ തവണ KGF ഒന്ന് കൈവിട്ട് പോയി. തല വെട്ടിക്കോ. വലിയ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണ് ഈ നിൽക്കുന്ന എല്ലാരും. എന്തായാലും ബോളേഴ്സ് ആണോ എല്ലാരും? ഏറിയാട്ട് വിഘ്നേഷ് ഒരു ഓവറിൽ 3 ബോള്. ഫസ്റ്റ് ബോൾ ഒന്ന് പോയ വിഘ്നു വന്നേന്. അവനോട് ദേഷ്യമുണ്ട്. അടുത്ത ടീപ്പിയോട് അടുത്ത തൃപ്പൂണിത്തുറ പ്രീമിയർ ലീഗിൽ ക്വാളിഫൈ ചെയ്യില്ല കേട്ടാ. നമുക്ക് ഇതൊന്നും കൊള്ളിക്കണ്ട. നമ്മള് കൊള്ളിക്കുന്ന കൊള്ളിച്ച് കപ്പടിക്കാറ്. അതെ അതെ. ഇങ്ങനെ ടീം ഇതുവരെ അടിച്ചിട്ടില്ല. ഒരു കളി ജയിച്ചിട്ടുള്ളൂ 4 കൊല്ലത്തിൽ. 4 കൊല്ലത്തിൽ ഒരു കളി ജയിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാ? ഫിസിക്സ് പ്രകാരം ഇത് എന്തായാലും വീഴില്ല. അഡ്ജസ്റ്റന്റ് ആയിട്ട് എറിഞ്ഞാൽ പോലും വീഴില്ല. കഴിഞ്ഞ പ്രാവശ്യം ടീപ്പേല് വെറുതെ ഷോയാ. അയ്യേ ഞാൻ പറഞ്ഞ ഹീറോയിസത്തിന് പറഞ്ഞിട്ട് നോക്കിയടാ. It was at this moment that he knew. He fucked up. ഇങ്ങനെ പോണ വർഷം കഴിയില്ല നിന്നെ കൊണ്ടിട്ട്. രാഹുൽ സച്ചിൻ കാശ് മതി. ഇത് എടുക്കാൻ പോവാന്ന് തോന്നണോ? അവൻ തന്നില്ലടാ. പറ്റാവുന്നേ വീഴ്ത്തട്ടെ. ഇതൊക്കെയാണ് റിച്ച് ലൈഫ്. ഇതെല്ലാം ചേട്ടൻ ട്രൈ ചെയ്യൂട്ടാ. ചേട്ടന് നല്ല ഭാഗ്യം ഉണ്ട്. ഇതുകൊണ്ട് എല്ലാം കറക്റ്റ് അല്ല തൊട്ടിട്ട് പോണു. അടിക്കടി തോൽവിക്ക് ശേഷം നെക്സ്റ്റ്
ബായ് പറയുന്നത് അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് നാളെ വൈകുന്നേരം ഞാൻ തിരിച്ചു ചെന്നൈയിലേക്ക്. കൊള്ളായിരുന്നു. ഇപ്രാവശ്യത്തെ ആക്ച്വലി അത്തച്ചമയം എനിക്ക് കുറച്ച് കുറവായിരുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി എനിക്ക്. ദിസ് ടൈം വന്നപ്പോൾ ഐ ഫെൽറ്റ് വെരി സ്മോൾ. സാധാരണ കാണുന്ന ഒരു എലാബറിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഗ്രൗണ്ടിൽ പോയപ്പോൾ രസമായിരുന്നു. ബോളെറിഞ്ഞ് വീഴ്ത്തലും. ബോട്ടിൽ മാത്രം കയറിയുള്ളൂ, വേറെ ഒന്നിലും എന്നെ കയറ്റിയില്ല. എന്നെ ബാക്കിയെല്ലാം കുഞ്ഞു പിള്ളേരുടെ നീ കുഞ്ഞു കൊച്ച നീ ഇവിടെ ഒറ്റയ്ക്ക് പോയി കയറിക്കോളാൻ പറഞ്ഞു. ബാക്കിയൊന്നിലും അവർ കയറിയില്ല, ഞാനും കയറിയില്ല. ഡ്രാഗണിൽ കയറി. മരണക്കറി കയറാൻ സമയം ഉണ്ടായില്ല. പിന്നെ എന്ത് സാധനമായിരുന്നു പറഞ്ഞു. പിന്നെ മറ്റേ കാശ് പൊട്ടിച്ചു മറ്റേ ഇത് എറിഞ്ഞെറിഞ്ഞ് അതൊരു ഹരമാണല്ലോ. ഒരെണ്ണം വീണിട്ട് അടുത്തതിന് വേണ്ടി എടുത്ത്. രാഹുലിൻ്റെ അച്ഛനാണെങ്കിൽ രാജുചേട്ടനാണെങ്കിൽ വന്നിട്ട് എറിഞ്ഞു പൈസ കൊടുത്തിരിക്കണേ. രാജുചേട്ടൻ മിനിമം ഒരു 5 സെറ്റ് കളിച്ചിട്ടുണ്ടാവും 50 രൂപയുടെ. അങ്ങനെയൊക്കെ രസമായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ ഇനി ഇവിടെ എൻഡ് ചെയ്യുവാണ്. തിരിച്ച് ചെന്നൈ പോയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.